ഡിജിറ്റൽ അറസ്റ്റിൻ്റെ പേരിൽ ഒരു യുവതിയെ നഗ്നയാക്കി പണം തട്ടിയെടുത്തു. 1,78 രൂപ തട്ടിയെടുത്തു. 1,78 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. ജെറ്റ് എയർവേസുമായി ബന്ധപ്പെട്ട ഒരു കള്ളപ്പണ കേസിൽ പ്രതിയാണെന്നാണ് ഭീഷണിപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്നത്. അത് തട്ടിപ്പിനേക്കാളും അതിഭീകരമായ കാര്യം, ഈ യുവതിയെ സമ്മർദ്ദപ്പെടുത്തി 2-3 ദിവസം സമ്മർദ്ദം ചെലുത്തി അവരെ വസ്ത്രവിഹീനമാക്കിയിട്ടാണ് ഈ തട്ടിപ്പൊക്കെ നടത്തിയത്. മാത്രമല്ല, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഏത് വീട്ടിലും ഇത് സംഭവിക്കാവുന്ന കാര്യമാണ്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ പേരിൽ അനാവശ്യമായ കുറ്റങ്ങളൊക്കെ ആരോപിച്ച് നിങ്ങളെ സമ്മർദ്ദത്തിൽ നിർത്തി നിങ്ങളെ വസ്ത്രങ്ങൾ അഴിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയി മുംബൈയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിർച്വൽ അറസ്റ്റ്, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വന്നാൽ ഒന്നുകിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ അറിയിക്കുക, അതല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്തേക്കുക. ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമ്മളിതിനെ കാണണം. 1.78 ലക്ഷം രൂപയാണ്. 1,78 ലക്ഷം രൂപയല്ല, 1,78,800 രൂപയാണെന്ന് ഗോപികൃഷ്ണൻ ഈ ശ്രീനാഥ് ചന്ദ്രൻ തിരക്കുന്നു. ഈ 1 ലക്ഷമോ 1 കോടിയോ അല്ല ഇതിൻ്റെ പ്രശ്നം. ഇത് മാനത്തിന് വില പറയുന്ന രീതിയിലുള്ളൊരു സംഭവമായി പോയി എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം അവരുടെ സ്വകാര്യതകളിലേക്കാണ് ഇവർ ആക്രമിച്ച് കയറിയത്. യുവതിയുടെ ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, വളരെ ഗൗരവത്തോടെ ഇന്ത്യ കാണേണ്ട ഒരു സംഭവമാണിത്. തീർച്ചയായും എസ് കെ, ഈ തട്ടിയെടുത്ത പണത്തിന്റെ വലുപ്പമല്ല, പക്ഷേ ഈ ഒരു സംഭവം ആളുണ്ട്. തട്ടിപ്പിന് ഇരയാകാൻ പാടില്ല. അതിന് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഈ കഴിഞ്ഞ നവംബർ 19-20 തീയതികളിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. ബോറിവലി ഈസ്റ്റിലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന 26-കാരിയാണ്. അവരെ ഈ ഓൺലൈൻ വഴി വീഡിയോ കോൾ ചെയ്ത് പോലീസാണെന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്നു. പറയുന്നു, ജെറ്റ് എയർവേസുമായി ബന്ധപ്പെട്ട ഒരു കള്ളപ്പണ കേസിൽ നിങ്ങൾ പ്രതിയാണ്. നരേഷ് ഗോയലുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്, അതിൽ നിങ്ങളുടെ പേര് കൂടി അതിലുണ്ട്. അതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, നിങ്ങളിപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിലായി കഴിഞ്ഞു എന്ന് യുവതിയോട് പറയുന്നു. അത് അവരെ വിശ്വസിപ്പിക്കാൻ ഈ തട്ടിപ്പുകാർക്ക് കഴിഞ്ഞു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം യുവതിയുടെ ദേഹപരിശോധന കൂടി, അതായത് ഈ അറസ്റ്റിന് പിന്നാലെയുള്ള പ്രൊസീജിയറുകൾ കൂടി ഓൺലൈനായി തന്നെ നടത്തണം എന്നൊക്കെ തട്ടിപ്പുകാർ പറയുന്നു. അത് പാവം സ്ത്രീ, ഈ യുവതി അത് വിശ്വസിക്കേണ്ടിയും വന്നു, അത് ചെയ്തു കൊടുക്കേണ്ടി വന്നു എന്നത് വളരെ ദൗർഭാഗ്യകരം, വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഈ ദൃശ്യങ്ങൾ കൂടി പകർത്തി അതുകൂടി റെക്കോർഡ് ചെയ്തതോടെ പൂർണ്ണമായി തന്നെ ഈ യുവതി പെട്ടുപോയി എന്നതാണ് മനസ്സിലാക്കുന്നത്. അക്കൗണ്ട് വിവരങ്ങൾ ഈ തട്ടിപ്പുകാർക്ക് നൽകേണ്ടി വന്നു. അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ തുകയും അവർ കൈക്കലാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. 1,78,000 രൂപ ഈ തട്ടിപ്പുകാർ കൈക്കലാക്കുകയും ചെയ്തു. പിന്നീട് ഈ യുവതി തന്നെ പോലീസിലെത്തി, ദൈസർ പോലീസിലാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. ആരാണ്, എന്താണ് ഈ തട്ടിപ്പ് നടത്തിയത്, ആരൊക്കെയാണ് ഇതിന് പുറകിൽ എന്ന കാര്യത്തിലൊന്നും തന്നെ ഇപ്പോൾ ഒരു വ്യക്തതയുമില്ല. പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സമീപകാലത്ത് ഈ തട്ടിപ്പുകാർ ചെയ്യുന്ന അവരുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി, അവരുടെ ഒരു പ്രവർത്തന രീതിയിൽ വന്നൊരു മാറ്റം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ OTP തട്ടിപ്പ്, ഫിഷിംഗ് അടക്കമുള്ള പലതരം തട്ടിപ്പുകളാണ് നടന്നതെങ്കിൽ ഇപ്പോൾ നേരിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതിൽ AI തട്ടിപ്പ് കൂടി ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്കിടെ 2-3 മലയാളികളുടെ അനുഭവങ്ങൾ നമ്മൾ 24-ലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അതിൽ അവരുടെ മക്കളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. മാത്രമല്ല അത് വിശ്വാസയോഗ്യമാക്കുന്ന വിധം ഈ മക്കളുടെ ശബ്ദം അടക്കം കേൾപ്പിക്കുന്നു, പോലീസ് സ്റ്റേഷൻ്റെ മറ്റും ശബ്ദവും മറ്റും കേൾപ്പിക്കുന്നു. അങ്ങനെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൂടി ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പോലീസിൻ്റെ ഒരു വ്യാപകമായ ഇടപെടൽ, ഇന്ത്യയിലെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ ഒരു വ്യാപകമായ ശക്തമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. പ്രധാനമന്ത്രി പോലും കഴിഞ്ഞ ദിവസം ഇത്തരം ഡിജിറ്റൽ ക്രൈം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിലെ ആശങ്ക രേഖപ്പെടുത്തിയതാണ്. അത് എത്രത്തോളം ഗൗരവമുള്ളതാണ്, എത്രത്തോളം രൂക്ഷമായി അത് മാറുന്നുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട് ഓരോ സംഭവങ്ങളും. പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് താങ്കൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞു. ഈ ബൊറിവില്ലയിലൊക്കെ ഒരുപാട് മലയാളികൾ താമസിക്കുന്നുണ്ട്. അവരോടൊക്കെ ഉള്ള അഭിപ്രായം താങ്കൾ ചോദിച്ചിരുന്നോ? തീർച്ചയായും ബോറിവിലെ മലയാളികൾക്ക് ഏതായാലും ഈ ആരാണ് എന്നതിനെക്കുറിച്ചൊരു ധാരണയില്ല. കാരണം ഒരു മലയാളിയല്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൈസർ പോലീസിനോട് നേരിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ, അവിടെ നേരിട്ട് എന്ന് സംസാരിച്ചാൽ മാത്രമേ ഈ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. SK, നമ്മൾ എന്തായാലും അങ്ങോട്ട് നേരിട്ട് പോയി തന്നെ ഈ വിവരങ്ങൾ എടുക്കുന്നുണ്ട്. ഫോൺ വഴി അവർക്ക് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ഈ ഘട്ടത്തിൽ കൈമാറാൻ കഴിയുന്നു. കാരണം ഇതിൽ ഒരു ലൈംഗിക അതിക്രമം കൂടി ഉള്ളതുകൊണ്ട് വിക്ടിമിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ കൈമാറാൻ പോലീസിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പരിമിതികൾക്കുള്ളിൽ നിന്ന് മാത്രമാണ്
എന്നാണ് ഇതുവരെ നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ വിക്ടിം നേരിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അത് ഒരു വലിയ ബോധവൽക്കരണം എന്ന നിലയ്ക്ക് കൂടി അത് വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങളും നമുക്ക് നടത്താം. എസ് കെ, താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രൻ, താങ്കൾക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ അറസ്റ്റ് കൊണ്ട് ശാരീരിക പരിശോധന നടത്തുകയും വസ്ത്രമഴിച്ച് പരിശോധിക്കുകയും ചെയ്തതാണ് ഇതിലേറ്റവും വലിയ കൊടിയ അപരാധം. ഒരാളുടെ സ്വകാര്യത ആക്രമിച്ച് കയറാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അനുവാദമില്ലാത്ത ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അത് കൺമുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു ഹീനകർമ്മം ഈ തട്ടിപ്പ് സംഘം നടത്തിയിരിക്കുന്നത്. വളരെ ഗൗരവത്തോടെ അന്വേഷിക്കേണ്ട കാര്യമാണ്. വിജയകുമാർ, ഒരുപക്ഷെ നമുക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. കാരണം നമ്മളിപ്പോൾ ഈത്രൂ വിമാനത്താവളത്തിലൊക്കെ നമ്മളെ ദേഹപരിശോധന നടന്നു പറഞ്ഞപ്പോൾ വളരെ പൊട്ടിത്തെറിച്ചവരാണ് നമ്മൾ. അപ്പോൾ അപ്പോഴാണ് ഒരു പണം തട്ടിയെടുക്കാൻ വേണ്ടി അവന്മാർ നഗ്നയാക്കിയെന്ന് മാത്രമല്ല അത് വീഡിയോയിൽ ചിത്രീകരിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏത് സമയം സ്ത്രീക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതി. ഇതിൽ നമ്മളെ അതിശയിപ്പിക്കുന്നത് ഇത്രയും വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടും റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരും ഒക്കെ ഇതിനെതിരെ വലിയ ക്യാമ്പയിനുകൾ നടത്തുമ്പോഴും ആളുകൾ അതിന് ഇരയാകുന്നു എന്നത്. അപ്പോൾ ഇത് ആളുകൾ എന്തുകൊണ്ട് ഈ ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പുകൾ ഇത് പണം ആവശ്യപ്പെട്ട ഉടനെ എടുത്ത് കൊടുക്കാൻ നിൽക്കരുത്. നിങ്ങളെ CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങളെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ മുംബൈയിൽ ഒരു കേസിൽ പ്രതിയാണ് അല്ലെങ്കിൽ ഡൽഹിയിൽ ഒരു കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിക്കുന്നത് അത് ഫേക്കാണ്. അങ്ങനെ ആരും നിങ്ങളെ സമീപിക്കില്ല എന്നത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇഫ് യു ആർ എ വിക്ടിം ഓഫ് ഡിജിറ്റൽ അറസ്റ്റ് സ്കാം ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് യുവർ ബാങ്ക് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതുപോലെ ബാങ്കിനെ അറിയിക്കണം ആൻഡ് ഫ്രീസ് യുവർ അക്കൗണ്ട്. നമ്മളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യണം. അതുപോലെ ഫയൽ എ കംപ്ലൈന്റ് വിത്ത് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോർട്ടലാണ്. അവിടെ കംപ്ലൈൻറ്റ് ചെയ്യണം. അതുവഴി തുടർ നിയമ നടപടികൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള തെളിവുകൾ ഓൾവേസ് കീപ് വാട്ട് എവർ എവിഡൻസ് യു ഹാവ്, കോൾ ഡീറ്റെയിൽസ് അടക്കം അത് നമ്മളുടെ കയ്യിലുള്ളത് മുഴുവൻ സൂക്ഷിച്ചു വയ്ക്കുക. അത് ഈ അന്വേഷണ ഏജൻസിക്ക് കൈമാറുക. സാധാരണ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ നമ്മളെ സമീപിക്കുമ്പോൾ തന്നെ അവരുടെ പക്കലുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച ശേഷം ആ കോളിനോട് റെസ്പോണ്ട് ചെയ്യാതെ റിയാക്ട് ചെയ്യാതെ നമ്മൾ പോകുക എന്നത് തന്നെയാണ്. അവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ ചെയ്യട്ടെ, നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കുക. ആ വിവരം പറഞ്ഞപ്പോൾ എന്തോ ഒരു കാര്യം കൂടി ശ്രീനാഥ് ചന്ദ്രൻ നമ്മോട് പറയാനുണ്ടെന്ന്. ശ്രീനാഥ് ചന്ദ്രൻ, താങ്കൾക്ക് തുടരാം. എസ് കെ, ഞാൻ പറയാൻ വന്നത് ഈ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഈ പാർസൽ എത്തുന്നുണ്ട്, ഈ പാർസലിൽ കള്ളക്കടത്ത് സാധനങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു കൊറിയർ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിങ്ങളുടെ പേരിലുണ്ട് എന്ന് പറഞ്ഞ് മുംബൈയിൽ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന വിവരവുമായി പലരെയും കേരളത്തിൽ ബന്ധപ്പെടുന്നുണ്ട്. ഓരോ മാസവും 2-3 പേരെങ്കിലും കേരളത്തിൽ നിന്ന് എന്നെ നേരിട്ട് നമ്മുടെ ബ്യൂറോയിലേക്കും മറ്റും വിളിച്ച് ഈ കാര്യങ്ങളിൽ അവരുടെ ആശങ്ക അറിയിക്കാറുണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു കോൾ വന്നു, മുംബൈയിലെ അന്ധേരിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു കൊറിയറിൽ കടത്താൻ പറ്റാത്ത ചില വസ്തുക്കൾ, ലഹരി വസ്തുക്കളും മറ്റും കടത്തിയിട്ടുണ്ട്. ആ കൊറിയർ വന്നിരിക്കുന്നതിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിൽ ആധാർ വിവരങ്ങൾ നിങ്ങളുടേതാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞാണ് പലർക്കും കോളുകൾ വരുന്നത്. ഒരു മാസം ചുരുങ്ങിയത് 2-3 പേരെങ്കിലും എന്നെ നേരിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ആ തരത്തിലുള്ള തട്ടിപ്പ് വളരെ വളരെ വ്യാപകമാണ്. എല്ലാവരും പറയുന്ന ഒരു പേര് മുംബൈയിലുള്ള അന്ധേരിയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് എന്നതാണ്. അന്ധേരിയിൽ നമ്മൾ പല പോലീസ് സ്റ്റേഷനുകളുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലായത് ഇതൊരു തട്ടിപ്പുകാരുടെ ഒരു പൊതു ഇടമാണ്. അന്ധേരിയുടെ പേര് പറഞ്ഞ് ഇങ്ങനെ ഒരു കൊറിയർ വന്നിട്ടുണ്ട്, അതിൽ ലഹരി വസ്തുക്കൾ എത്തിയിട്ടുണ്ട്, അതിൽ നിങ്ങൾ പ്രതിയാണ്, നിങ്ങളുടെ ആധാർ വിവരങ്ങളാണ് ഈ അയച്ച ആളുടെ പേരിൽ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു തട്ടിപ്പ് കൂടി വ്യാപകമാവുന്നുണ്ട്. എസ് കെ, ഓക്കെ, താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രൻ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കുക. ഒന്ന്, കൊറിയറിൽ നിങ്ങൾക്കൊരു കള്ളക്കടത്ത് സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ ലൈനിൽ ഹോൾഡ് ചെയ്യിച്ച് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. അതുപോലെ ബാങ്കിൽ വിജയകുമാർ പറഞ്ഞ പോലെ വിവരം അറിയിക്കുക, അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക, പണം അവർ തട്ടിയെടുക്കാതിരിക്കാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള തട്ടിപ്പുകാർ വന്നാൽ വിർച്വൽ അറസ്റ്റിനും അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ അറസ്റ്റിനും ഇന്ത്യയുടെ നിലവിലേക്ക് നിയമവ്യവസ്ഥയിൽ നിയമമില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ തട്ടിച്ച് എന്തോ നേടാനുള്ള ശ്രമമാണ് നിങ്ങൾ തിരിച്ചറിയുക.